15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് മസാജ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ശരിക്കും പട്ടായ പോവും. കുറച്ച് നാളെ സുഖചികിത്സ നടത്തി എനിക്കൊന്ന് സുഖിക്കണം. ഞാനിതാ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ എന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനേ ഉള്ളൂ. അമേരിക്കക്കാരുടെ കാര്യം അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കക്കാരെ പ്രലോഭിപ്പിക്കാതെ പോയി കുളിച്ചേ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളിതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിമ്മിനി അല്ല മെൻമിനി ആള് കൊള്ളാലോ. തടിപ്പണിയാ. നാളെ ഞാൻ പാടുപെടും. പൂരത്തിന് ആനേനെ എഴുന്നള്ളിക്കുന്ന ചെയ്യുമ്പോൾ പോലെയുണ്ട്. ഇല എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആക്കുന്നു. എന്തോ ആരോമ ട്രീറ്റ്മെന്റ് എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായി. ഇത് എന്നാ കോലാടി? അയ്യോ ദേ കാല്. നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്താണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മൊത്തം എണ്ണയാന്നല്ലോടാ. കുറച്ച് മസാലയും കൂടെ പെരട്ടിയിരുന്നെങ്കിൽ പൊരിച്ചെടുക്കായിരുന്നു. നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്താണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പണ്ട് പോത്തിനെ കുളിപ്പിച്ചോണ്ടിരുന്നോണ്ട് കുഴപ്പമില്ല, മസാജൊക്കെ ഈസി. അപ്പോൾ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും കേട്ടോ. അതിനാണ് ഈ മസാജൊക്കെ ചെയ്യുന്നത്. സാറിന്റെ ശരീരത്തിലെ ഓർത്തോളജിയും പാത്തോളജിയും യൂറോളജിയും എല്ലാ ഓളജിയും കൂടെ ഇടിച്ച് പിഴിഞ്ഞിരിക്കുക. കുറെ സമയം എടുക്കും സാറാ ഇതൊന്ന് ഊറി വരാൻ. കണ്ട ആ സായിപ്പിനെ എണ്ണയിട്ട് സുഖിപ്പിച്ച് എല്ലാം ഊറ്റിയെടുക്കും കള്ളസാധനം നിൽക്കുന്നല്ലേ. അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക. ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. എനിക്കൊന്നും ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ബാക്കി സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കൂടുതലും ഒരു 5-6-7 പേരൊക്കെ ചെയ്യുന്നു. മുതലെടുക്കണേണ സജി. മതി ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. മസാജ് ചെയ്യാത്തവർ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി മസാജ് ചെയ്യണം കേട്ടോ. അപ്പം അറിയാം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എല്ലാം. ഹെൽത്ത് മസാജ്, ട്രഡീഷണൽ ആയുർവേദിക് മസാജ് ഓഫ് കേരള. എങ്ങനെയാണ് അവരുടെ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സീരിയസ്ലി അത് ഞാൻ ആലോചിക്കുന്നത്. യവനൊക്കെ ഇറച്ചി കൂടിയ അഹങ്കാരം. എങ്ങനെയാണ് അവരുടെ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സീരിയസ്ലി അത് ഞാൻ ആലോചിക്കുന്നത്. എടാ അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായിരുന്നു. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.